നമസ്കാരം. കേരളത്തിൽ ഇടതുപക്ഷത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട് കോലീബി സഖ്യം ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതലും അന്തർധാരയിലൂടെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടികളും നയങ്ങളും ഇവർ സാധ്യമാക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് വർക്കുകളാണ് ഇടതുപക്ഷത്തെ തകർക്കുവാൻ വേണ്ടി ഇവർ സ്വീകരിച്ചു പോകുന്ന നയം. ഇപ്പോഴിതാ കാസർഗോഡ് പൈവളികയിൽ ഇത്തരത്തിൽ കോലീബി സഖ്യം ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കുവാൻ വേണ്ടി കാണിച്ച അതിക്രമം അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ തകർക്കുവാൻ വേണ്ടി കാണിച്ച അണ്ടർഗ്രൗണ്ട് വർക്കുകളെ അവിടുത്തെ സഖാക്കന്മാർ കയ്യോടെ കണ്ടെത്തുകയും മുസ്ലിം ലീഗും കോൺഗ്രസും BJPയും കൂടി ഒരുമിച്ച് നിന്ന് അലൈൻ ചെയ്തുകൊണ്ട് ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിച്ച പരിപാടികൾക്കെതിരെ അവിടുത്തെ സഖാക്കൾ രംഗത്ത് വന്ന ഒരു ദൃശ്യം നിങ്ങളെ കാണിക്കുകയാണ്. അതായത് ഇടതുപക്ഷത്തിനെ തകർക്കുവാൻ വേണ്ടി ഇവർ സ്വീകരിച്ച പാരഡി ഗാനത്തിലൂടെ കോലീബി സഖ്യത്തിന്റെ അവർ തമ്മിലുള്ള അന്തർധാരയെ പൊളിച്ചെടുക്കുന്ന മുദ്രാവാക്യങ്ങളോടുകൂടിയായിരുന്നു സഖാക്കൾ പൈവളികയിൽ പ്രതികരിച്ചത്. തിരിച്ചടിച്ചു മുദ്രാവാക്യം തിരിച്ചടിച്ചുകൊണ്ട് കോലീബി സഖ്യത്തിനെതിരെ പൈവളിക്കയിൽ UDF കോലീബി സഖ്യം ഉണ്ടാക്കിയെന്ന മുദ്രാവാക്യമാണ്. താരാട്ട്പാടിലൂടെയാണ് യുദ്ധം മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കോലീബി സഖ്യത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് പൈവളിക്കയിലെ ഭരണം BJPക്കൊപ്പമാണെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും BJPക്കും പൊതുവായിട്ടുള്ള ശത്രു എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ് കേരളത്തിൽ. പക്ഷേ പുറത്ത് BJPയെ എതിർക്കുവാൻ വേണ്ടി CPMന്റെയൊക്കെ സഹായം തേടുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസിനുള്ളത്. എന്നാൽ പോലും കേരളത്തിനകത്ത് ഇവരുടെ അന്തർധാര എത്രത്തോളം സജീവമാണെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്നും പുറത്തു പോകുന്ന, കോൺഗ്രസ് പുറത്താക്കുന്ന നേതാക്കന്മാരായാലും അണികളുമെല്ലാം പോയി കൂടോടെ അടിഞ്ഞു ചേരുന്നത് BJPയിലേക്കാണ്. അതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗിലും ഇത്തരത്തിൽ പുറത്താക്കപ്പെടുന്ന അല്ലെങ്കിൽ പിന്തള്ളപ്പെടുന്ന നേതാക്കന്മാർ ന്യൂനപക്ഷങ്ങളെ അതിക്രമിക്കുന്ന പ്രസ്ഥാനമായിട്ട് പോലും BJPയിലേക്ക് ചേക്കേറുന്ന സാഹചര്യം പോലും ഇന്ന് കേരളത്തിലുണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ കോലീബി സഖ്യം ഇടതുപക്ഷത്തിനെ തകർക്കുവാൻ വേണ്ടി കോലീബി സഖ്യം കേരളത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഒന്നേ പറഞ്ഞു വെക്കുവാനുള്ളൂ, കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും BJP ആയാലും ഇവരൊക്കെ തങ്ങളുടെ കീശ നിറയ്ക്കുവാനും തങ്ങൾക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ പ്രസ്ഥാനങ്ങളാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന അവരുടെ ആവശ്യങ്ങൾ അവർ പറയാതെ മനസ്സിലാക്കി ചെയ്തു കൊടുക്കുന്ന പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ തകർക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള അന്തർധാരകൾ, സജീവമായിട്ടുള്ള അണ്ടർഗ്രൗണ്ട് വർക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന് ഈ കോലീബി സംഘടനകൾക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. എന്തായാലും കാസർഗോഡ് പൈവളികയിൽ സഖാക്കന്മാർ പൊതുമധ്യത്തിൽ ജനങ്ങളെ സാക്ഷി നിർത്തി കോലീബി സഖ്യത്തിന്റെ ഈ അന്തർധാരയെ, അണ്ടർഗ്രൗണ്ട് പണികളെ കൃത്യമായി പൊളിച്ചടുക്കി അവരുടെ തന്നെ പാരഡി ഗാനത്തിലൂടെ തിരിച്ച് അവരുടെ നെഞ്ചത്തേക്ക് തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്തായാലും ആ സഖാക്കന്മാർക്ക് ഒരു സല്യൂട്ട് കൊടുക്കാതെ പോകവയ്യ.